നമസ്കാരം, എല്ലാവർക്കും അഗ്രികളിലോട്ട് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അഗ്രോണമി എന്ന സബ്ജക്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമായ വീഡ്സ് അല്ലെങ്കിൽ കളകൾ. ഇതിനെക്കുറിച്ചാണ് ഏതാനും ചില പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യമായി തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്നൊരു സംശയമാണ്, എന്തുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും കളകളുടെ പ്രസക്തി? കൃഷിയിൽ പല തരത്തിലുള്ള ഈൽഡ് ലോസുകളും അല്ലെങ്കിൽ വിളകൾക്കുണ്ടാകുന്ന പല ലോസും ഉണ്ടാകാറുണ്ട്. ഇതിൽ ഇന്ത്യയിലെ കണക്കെടുത്ത് നോക്കുമ്പോൾ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും, ഏകദേശം 37% വിളനാശം ഇന്ത്യയിലുണ്ടാക്കുന്നത് കളകൾ മാത്രമാണ്. എന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന കീടങ്ങൾ ഉണ്ടാക്കുന്നത് 29%, അതുപോലെ തന്നെ രോഗങ്ങൾ മൂലമുണ്ടാകുന്ന വിളനാശം എന്ന് പറയുന്നത് 22% മാത്രം. സോ ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? 37% വിളനാശം ഉണ്ടാക്കുന്ന വളരെ പ്രധാനപ്പെട്ട, കൃഷിക്ക് തന്നെ ഭീഷണിയാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് കളകൾ അല്ലെങ്കിൽ വീഡ്സ്. അതുകൊണ്ട് തന്നെ കളകൾക്കും അവയുടെ പഠനത്തിനും ആൻഡ് ഓൾസോ അതിൻ്റെ മാനേജ്മെൻറ്റിനും കൺട്രോളിനും വളരെ പ്രസക്തി നിലവിൽ കൃഷിയിലുണ്ട്. നമുക്ക് ആദ്യമായി എന്താണ് കളകൾ എന്ന് പരിചയപ്പെടാം. ലോകത്തിൽ വിവിധ തരം ഡെഫിനിഷൻസ് ഉണ്ടെങ്കിലും ഏറ്റവും ബേസിക്കായിട്ട് നമ്മൾ പറയുന്ന എനി പ്ലാന്റ് ഔട്ട് ഓഫ് പ്ലേസ്, അതായത് നമുക്ക് ആവശ്യമല്ലാത്ത ചുറ്റുപാടിൽ കാണപ്പെടുന്ന എന്ത് ചെടിയെയും നമുക്ക് എന്താണ് ബേസിക്കലി കള അല്ലെങ്കിൽ വീഡ് എന്ന് വിളിക്കാം. WSS അതായത് വീഡ് സയൻസ് സൊസൈറ്റി ഓഫ് അമേരിക്ക 1994 പുറത്തിറക്കിയ ഒരു ഒഫീഷ്യലായിട്ട് ഡെഫിനിഷനാണ് നിങ്ങൾക്ക് സൈഡിൽ കാണാവുന്നത്. എനി പ്ലാന്റ് ദാറ്റ് ഈസ് ഒബ്ജക്ഷണബിൾ ആൻഡ് ഇൻ്റർഫിയർസ് വിത്ത് ആക്ടിവിറ്റീസ് ആൻഡ് വെൽഫെയർ ഓഫ് മാൻ. പ്രത്യക്ഷത്തിൽ ഇതാണ് വീഡിൻ്റെ ഒരു ഒഫീഷ്യൽ ഡെഫിനിഷൻ. ഏറ്റവും ബേസിക്കായിട്ട് പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ പറയാം, എനി പ്ലാന്റ് ഔട്ട് ഓഫ് പ്ലേസ് ക്യാൻ ബി കോൾഡ് എ വീഡ്. 1731 ജെത്രോട്ടൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ശാസ്ത്രജ്ഞൻ്റെ ജെത്രോട്ടൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിൻ്റെ ഹോഴ്സ്ഹോയിങ് ഹസ്ബൻഡറി എന്ന് പറയുന്ന പുസ്തകത്തിലാണ് ആദ്യമായിട്ട് വീഡ് എന്നുള്ളൊരു പദം വന്നത് തന്നെ. അതുകൊണ്ട് തന്നെ വീഡ് സയൻസിൻ്റെ പിതാവായി നമ്മൾ കണക്കാക്കുന്നതും ജെത്രോട്ടൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിനെയാണ്. സോ ലോകത്ത് നമുക്ക് കളകളുടെ ഡിസ്ട്രിബ്യൂഷൻ എടുത്ത് നോക്കിയാൽ ഏകദേശം 60 വ്യത്യസ്ത ഫാമിലികളിലായിട്ട് 25,000 മുതൽ 30,000 വ്യത്യസ്ത സ്പീഷീസുകൾ കളകളായിട്ട് ലോകത്ത് മൊത്തത്തിലുണ്ട്. ഇതിൽ തന്നെ ഞാൻ പറഞ്ഞു 60 ഫാമിലീസ് ഉണ്ടെങ്കിൽ തന്നെ 40% വീഡ്സും ഉൾപ്പെട്ടിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട 2 ഫാമിലികളായിട്ടാണ്. ആദ്യത്തെ ആളാണ് പൊയേസിയെ, രണ്ടാമത്തെ ആളാണ് ആസ്ട്രേഷിയെ. പൊയേസിയ വിഭാഗത്തിൽ ഏകദേശം 44%, അതായത് 40% ടോട്ടൽ വീഡ്സിൻ്റെ 40% ഈ 2 ഫാമിലികളിലും. അതിൽ തന്നെ പൊയേസിയയിൽ 44 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡ് സ്പീഷീസും, ആസ്ട്രേസിയ എന്ന് പറയുന്നത് സൂര്യകാന്തി സൺഫ്ലവറിൻ്റെ ഫാമിലിയാണ് ആസ്ട്രേസിയയിൽ ഏകദേശം 32 കളകളും ഉൾപ്പെട്ടിരിക്കുന്നു. മൂന്നാമതായിട്ട് ഏറ്റവും കൂടുതൽ കളകൾ കാണപ്പെടുന്നത് സൈപ്പറേസി എന്ന് പറയുന്ന ഫാമിലിയിലാണ്. അപ്പോൾ കളകളെക്കുറിച്ച് നിങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുമ്പോൾ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമായും ഈ 3 ഫാമിലീസാണ്. ആദ്യമായി പൊയേസിയെ, ആസ്ട്രേസിയെ, മൂന്നാമതായി വരുന്നത് സൈപ്പറേസി. ഇനി പ്രധാനമായിട്ട് ചില വീഡ്സിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വേറെ പ്രധാനപ്പെട്ട കാര്യം, എങ്ങനെ നമുക്കൊരു വീഡിനെ നെയിം ചെയ്യാം. ഹൗ ടു നെയിം എ വീഡ് ഓർ റിലേറ്റഡ് ടു ഇറ്റ്സ് നോമൻക്ലേച്ചർ. ബേസിക്കലി നമുക്കെല്ലാം അറിയുന്ന പോലെ തന്നെ ഒരു ജീനസ് നെയിം ഉണ്ടായിരിക്കും, ഒരു സ്പീഷീസ് നെയിം. പ്രധാനമായും നിങ്ങൾക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട വേൾഡ്സ് മോസ്റ്റ് ഇൻവേസീവ് വീഡ് അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ പ്രശ്നക്കാരായിട്ടുള്ള 200 വ്യത്യസ്ത കളകളുടെ ഒരു ടേബിൾ അല്ലെങ്കിൽ ഒരു വിഭാഗം ശാസ്ത്രത്തിന് പുറത്തിറക്കിയിട്ടുണ്ട്. അതിനകത്ത് തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശ്നക്കാരനായിട്ടുള്ള കളയായിട്ട് അറിയപ്പെടുന്നത് സൈപ്പറസ് റോട്ടണ്ടസ് എന്ന് പറയുന്ന കളയാണ്. സൈപ്പറസ് റോട്ടണ്ടസ്, പർപ്പിൾ നട്ട് സെഡ്ജ് നമ്മൾ കോമൺ നെയിമിൽ അറിയപ്പെടുന്ന സൈപ്രസ് റോട്ടണ്ടസ് ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള വീടായിട്ട് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത്. ഇനി അടുത്തായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വീഡ് ഡിസ്ട്രിബ്യൂഷൻ. എന്തൊക്കെ കാരണങ്ങളാണ് വീഡ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ ബാധിക്കുന്നത്? പലതായി നമുക്ക് പറയുകയാണെങ്കിൽ വ്യത്യസ്തമായ പല കാരണങ്ങളുണ്ട്. ഏറ്റവും ആദ്യമായി നമുക്ക് പരിശോധിച്ചാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, ജനറ്റിക് ഫാക്ടേഴ്സ്. ഒരു വ്യത്യസ്തമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ചെടിയുടെ ജനറ്റിക് ഫാക്ടർ തന്നെ എന്താണ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ വളരെ തോതിൽ ബാധിക്കാൻ സാധിക്കും. രണ്ടാമതായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിനകത്ത് തന്നെ പല സബ് ഫാക്ടേഴ്സ് നമുക്ക് കാണാം. പ്രധാനമായും പറയുകയാണെങ്കിൽ ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ്.
ഏതൊക്കെ പ്രത്യേക ക്ലൈമാറ്റിക് കണ്ടീഷൻസിലായിരിക്കും. ചില പർട്ടിക്കുലർ കളകൾ ഇപ്പോൾ സമ്മർ സീസണിൽ മാത്രം കാണുന്ന ചില കളകളുണ്ടായിരിക്കും, ചില പർട്ടിക്കുലർ കളകൾ ഇപ്പോഴും വിൻ്റർ സീസണിൽ മാത്രമായിരിക്കും കാണുക. അതുപോലെ തന്നെ ആ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ ക്ലൈമറ്റിനെ, അവിടെയുള്ള വീഡ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ വളരെ ഗണ്യമായ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ക്ലൈമാറ്റിക് ഫാക്ടേഴ്സിന് എൻവയോൺമെൻറ്റിനകത്ത് ഒന്ന് വരുന്നത് ക്ലൈമാറ്റിക് ഫാക്ടർ ആണെങ്കിൽ, രണ്ട് അവിടുത്തെ സോയിൽ ഫാക്ടേഴ്സ്, സോയിലിൻ്റെ ടെക്സ്ചർ, സോയിലിൻ്റെ സ്ട്രക്ചർ, അതുപോലെ തന്നെ ആ മണ്ണിൽ നിൽക്കുന്ന pH, ഇതെല്ലാം തന്നെ എന്താണ് അവിടെ വന്നിരിക്കുന്ന കളകളുടെ ഡിസ്ട്രിബ്യൂഷനെ ബാധിക്കുന്നതിൽ വളരെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നു. അടുത്തൊരു ഫാക്ടറിലോട്ട് അല്ലെങ്കിൽ അടുത്തൊരു പോയിന്റിലോട്ട് നമ്മൾ വരുമ്പോൾ നോക്കൂ, ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ വീഡ്. എന്തൊക്കെയാണ് നമ്മൾ സാധാരണ കൃഷി ചെയ്യുന്ന ഒരു ക്രോപ്പിൽ നിന്ന് ഈ വീടിനെ എന്തൊക്കെയാണ് വ്യത്യസ്തമാക്കുന്നത് എന്നുള്ള കാര്യം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമുക്ക് എടുത്താൽ തന്നെ സാധിക്കാം, ഭൂരിഭാഗപ്പെട്ട എല്ലാ വീടുകളും അല്ലെങ്കിൽ എല്ലാ കളകൾക്കും എന്താണ് ക്രോപ്പിനെ അപേക്ഷിച്ച് ഒരു കോമ്പറ്റേറ്റീവ് പവർ കൂടുതലായിരിക്കാം. അപ്പോൾ എന്തായിരിക്കാം ഈ കോമ്പറ്റേറ്റീവ് പവറിന് കൂടുതലായിട്ടുള്ള കാരണം? മെയിനായിട്ട് പറഞ്ഞാൽ ഒന്നവർ ജനറ്റിക്കായിട്ടുള്ള ജനിതക ഘടന തന്നെയായിരിക്കാം. അതിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിലൊരു എക്സാമ്പിൾ എടുത്ത് നോക്കിയാൽ, ഇപ്പോൾ തന്നെ നമുക്കറിയാം വളരെ രൂക്ഷമായിട്ടുള്ള ചൂട് ക്ലൈമറ്റുള്ള സമയമാണ്. ഒരു ഫീൽഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു പക്ഷേ നമ്മൾ നട്ടിട്ടുള്ള ഒരു വിത്ത് മുളയ്ക്കാൻ തന്നെ വളരെ പ്രയാസമായിരിക്കും വെള്ളത്തിൻ്റെ ദൗർലഭ്യത കൊണ്ട്. പക്ഷേ ആ സമയം നോക്കിയാൽ അവിടെ അനേകം കളകൾ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മോയ്സ്ചർ കുറവായ സാഹചര്യങ്ങൾ, അതുപോലെ തന്നെ ചൂട് കൂടിയ സാഹചര്യങ്ങൾ, ഇനി മോയ്സ്ചർ കൂടിയ സാഹചര്യമായിട്ട് അങ്ങനെ, അതുപോലെ തന്നെ ഫലഭൂഷ്ടി കുറവുള്ള മണ്ണ്, ഇവിടെയൊക്കെ ആണെങ്കിൽ കൂടി എന്താണ് ഇതിനെല്ലാം സർവൈവ് ചെയ്ത് വളർന്നു വരാനുള്ള കഴിവ് വീഡ്സിന് കൂടുതലാണ്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ C4, C3 ഈ രണ്ട് പാത്വേസിലുള്ള പ്ലാന്റ്സിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഭൂരിഭാഗം പ്ലാന്റ്സും അതായത് വീഡ്സും ഉൾപ്പെടുന്നത് C4 പാത്വേയിലാണ്. അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടായിട്ടുള്ള പല എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് വന്നാലും, അതായത് ചൂട് കൂടട്ടെ, ടെമ്പറേച്ചർ കൂടട്ടെ, അതുപോലെ തന്നെ ഓക്സിജൻ അവൈലബിലിറ്റി കുറയട്ടെ, മോയ്സ്ചർ അവൈലബിലിറ്റി വ്യത്യാസം വന്നാൽ കൂടി തന്നെ ഇതിനെല്ലാം ടോളറേറ്റ് ചെയ്ത് അവിടെ സർവൈവ് ചെയ്യാനും ഫോട്ടോസിന്തറ്റിക് റേറ്റ് കൂട്ടാനുമുള്ള കഴിവ് C4 മെക്കാനിസം ഫോളോ ചെയ്യുന്ന വീഡ്സിനുണ്ട്. സോ ഇതുകൊണ്ട് തന്നെയാണ് ദേ ആർ ബെറ്റർ കോമ്പറ്റീറ്റേഴ്സ് ദാൻ നോർമൽ ക്രോപ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, താങ്ക് യു.